കോർപ്പറേറ്റ് എഡ്യൂടെക്കിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് 10 മൊഡ്യൂളുകളുടെ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചില മൊഡ്യൂളെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലാസുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ക്ലാസിന്റെ നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും MCQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ, അതായത് കേരള PSC, UGC നെറ്റ്, CA ഇന്റർ, സെറ്റ് പരീക്ഷകളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ള PYQ ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നടത്താറുണ്ട്. അത്തരത്തിലുള്ള പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്ലാസ്, ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ക്ലാസിന്റെ MCQ വിത്ത് PYQs ആണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോ ക്ലാസ്സിലേക്ക് പോകാം. The market where new securities are issued for the first time is called secondary market, primary market, money market or capital market. ക്ലാസ്സിൽ പ്രൈമറി മാർക്കറ്റ് മാത്രമായ വീഡിയോ ആയതിനാൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ്, ന്യൂ ഇഷ്യൂ, ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് ആണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത ഇൻസ്ട്രുമെന്റുകൾ, അതായത് ഇക്വിറ്റിയോ ഡിബെഞ്ചറോ ബോണ്ടോ ഏതാണെങ്കിലും അത് പിന്നീട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ സ്റ്റോക്ക് മാർക്കറ്റാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്നും, അത് പ്രൈമറി അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ സമയത്ത് അതിനെ പ്രൈമറി മാർക്കറ്റും എന്നാണ് അറിയപ്പെടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റെഗുലേറ്ററി ബോഡി ഗവേൺസ് ദി പ്രൈമറി മാർക്കറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പ്രൈമറി മാർക്കറ്റ് തികച്ചും മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സബ് കാറ്റഗറിയാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്ററി ഏജൻസി സെബി ആയതിനാൽ അതിന്റെ സബ് കാറ്റഗറി ആയ പ്രൈമറി മാർക്കറ്റിന്റെയും സെക്കൻഡറി മാർക്കറ്റിന്റെയും റെഗുലേറ്ററി ഏജൻസിയും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തന്നെ ആയിരിക്കും. ആൻസർ സി ഓപ്ഷനായ സെബി ആണ്. RBI ബാങ്കുകളുടെയും അല്ലെങ്കിൽ മണി മാർക്കറ്റിന്റെയും IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയും ആണ്. നബാർഡ് അഗ്രികൾച്ചർ ബാങ്കുകളുടെ അപെക്സ് ബാങ്കുമാണ്. ഈ ക്വസ്റ്റ്യന് കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IPO റെഫേഴ്സ് ടു. IPO എന്തിനെ സൂചിപ്പിക്കുന്നു? ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് പല ക്ലാസ്സുകളിലും നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ 11ഓളം മൊഡ്യൂളുകൾ, 10ഓളം പാർട്ടുകൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മിക്കതിൽ നമ്മൾ സൂചിപ്പിച്ച ടൈമാണ്. IPO കുറിച്ച് മാത്രം ഒരു ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ IPOന്റെ ഫുൾ ഫോം അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ആണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു കമ്പനി അവരുടെ ഷെയർ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ആ നടപടിക്രമത്തെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ UGC നെറ്റ് കൊമേഴ്സ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മറ്റുള്ള ഓപ്ഷനുകളൊന്നും റെലവെന്റ് അല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇഷ്യൂ ഈസ് ഓഫേർഡ് ടു. റൈറ്റ് ഇഷ്യൂ ആർക്കാണ് ഓഫർ ചെയ്യുന്നത്? ന്യൂ ഇൻവെസ്റ്റേഴ്സിനാണോ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണോ, അതല്ലെങ്കിൽ ജനറൽ പബ്ലിക് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്? ഇവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് റൈറ്റ് ഇഷ്യൂ ഓഫർ ചെയ്യാം. അതായത് ബി ഓപ്ഷന്. CA ഇന്റർ 2018 ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. അതായത് ഒരു കമ്പനി പുതുതായി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആൾറെഡി ആ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ആ പ്രൊപ്പോർഷനിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഷെയർ കിട്ടാൻ അവർക്ക് അർഹത ഉണ്ടാവും. ആ റൈറ്റിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ന്യൂ ഇൻവെസ്റ്റേഴ്സോ ജനറൽ പബ്ലിക്കോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സോ ഒന്നുമല്ല ഇതിന്റെ ആൻസർ. ബി ഓപ്ഷനായ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് റൈസിംഗ് ഫണ്ട്സ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റാത്ത, നോട്ട് എ മെത്തേഡ് എന്ന് പറഞ്ഞത്, അതിൽ പെടാത്ത മെത്തേഡ്. IPO തീർച്ചയായിട്ടും പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റൈസ് ചെയ്യുന്ന മെത്തേഡാണ്. ബോണസ് ഇഷ്യൂ ഏത് അർത്ഥത്തിലാണ് വരുന്നത് പറഞ്ഞുതരാം, അതും പ്രൈമറി മാർക്കറ്റിന്റെ ഭാഗമാണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് തീർച്ചയായിട്ടും നമ്മൾ എണ്ണി പറഞ്ഞ പോയിന്റുകളിൽ പെട്ടതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റുകളൊക്കെ.
സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഒരിക്കലും പ്രൈമറി മാർക്കറ്റ് അല്ല, സെക്കൻഡറി മാർക്കറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ആൻസർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ആണ്. മറ്റ് ഓപ്ഷനും കൂടി നോക്കേണ്ടതുണ്ട്. ഇവിടെ IPO എന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആദ്യമേ പറഞ്ഞ് പ്രൈമറി മാർക്കറ്റിന്റെ പാർട്ടാണ്. ന്യൂ ഷെയർസ് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണ്. ബോണസ് ഇഷ്യൂ എന്നത് ഒരു പക്ഷേ ഡൗട്ട് ഉണ്ടായേക്കാം. ഒരു ഫണ്ട് റൈസിംഗ് മെത്തേഡ് അല്ല എന്നേ ഉള്ളൂ ബോണസ് ഇഷ്യൂ, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ എ കോർപ്പറേറ്റ് ആക്ഷൻ ഇൻ ദി പ്രൈമറി മാർക്കറ്റ്. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അക്യുമുലേറ്റഡ് റിസർവുകൾ, പ്രോഫിറ്റുകളൊക്കെ പിന്നെ ഇക്വിറ്റിക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയാം. അപ്പൊ അത് തികച്ചും ഒരു പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ ആയതുകൊണ്ട് അത് പ്രൈമറി മാർക്കറ്റിന്റെ ഭാഗമാണ്. അത് ഫണ്ട് റൈസിങ്ങിന്റെ മാർഗമല്ല എന്നേ ഉള്ളൂ. പ്രൈവറ്റ് പ്ലേസ്മെന്റ് നമ്മൾ സൂചിപ്പിച്ചതാണ്. പ്രൈവറ്റ് പാർട്ടികൾ, അത് ബാങ്കുകളാവാം, ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവാം, ഇൻഡിവിജ്വൽസ് ആവാം, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൈസ് ചെയ്യുന്നതിന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്നും IPOന്റെ അത്രയും ഫോർമാലിറ്റീസ് അതിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of guaranteeing subscription of securities is known as origination, underwriting, distribution, placement. തീർച്ചയായിട്ടും ഇവിടെ അണ്ടർറൈറ്റിംഗ് ആണ് അതിന്റെ യഥാർത്ഥ ആൻസർ. അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാണ്. പബ്ലിക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്തോളാം എന്ന ഗ്യാരണ്ടി. അവരതിന് അണ്ടർറൈറ്റിംഗ് കമ്മീഷനൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. കേരള PSC കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2021 ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണിത്. ദ പ്രോസസ് ഓഫ് ഗ്യാരണ്ടി സബ്സ്ക്രിപ്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് കാൾഡ് അണ്ടർറൈറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോളോ ഓൺ പബ്ലിക് ഓഫർ FPO മീൻസ്. IPO എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ക്വസ്റ്റ്യനിൽ. അപ്പൊ FPO എന്താണ്? ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണോ? അല്ല. അഡീഷണൽ ഇഷ്യൂ ഓഫ് ആഫ്റ്റർ IPO. തീർച്ചയായിട്ടും അഡീഷണൽ ഇഷ്യൂ ആഫ്റ്റർ IPO ആണ്. ഇഷ്യൂ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി അല്ല, ഇഷ്യൂ ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനുമല്ല. ഒരു കമ്പനി ഓൾറെഡി ഷെയർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ പിന്നീട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് IPO എന്നല്ല പറയാം. കാരണം ഇനീഷ്യൽ അല്ലല്ലോ പിന്നെ അത്. അതിനെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ FPO എന്ന് പറയുന്നത്. FPO എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനികൾ അഡീഷണൽ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അതിന് IPO എന്നല്ല FPO എന്നാ പറയാം. അവിടെ ഇഷ്യൂർ ഉണ്ട്, കമ്പനിയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അത് ആ ഷെയറുകൾ ന്യൂ അല്ല എന്നേ ഉള്ളൂ. പിന്നെ പർപ്പസ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ഫണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ, ഇപ്പൊ ഡെപ്റ്റ് റീപേയ്മെന്റ് ആവാം, എക്സ്പാൻഷന്റെ കേസിലാവാം, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാവാം. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ FPO നടത്താറുണ്ട്. അത് ഡയല്യൂട്ടീവ് FPO, നോൺ ഡയല്യൂട്ടീവ് FPO ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയല്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഡയല്യൂട്ട് ചെയ്യപ്പെടുകയാണ് അവരെ ഓണർഷിപ്പ്. അതായത് കമ്പനി വീണ്ടും പുതിയ ഷെയർ ആണ്, ന്യൂ ഇഷ്യൂ ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഡയല്യൂട്ടീവ് FPO ആണെന്നും. നോൺ ഡയല്യൂട്ടീവ് FPO എന്ന് പറഞ്ഞാൽ, നോൺ ഡയല്യൂട്ടീവ് FPO എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, മേജർ ഷെയർ ഹോൾഡേഴ്സ് അവരെ എക്സിസ്റ്റിംഗ് ഷെയർ, ന്യൂ ഇഷ്യൂ അല്ല, അവർ എക്സിസ്റ്റിംഗ് ഷെയർ, ഒരു പുതിയ ഷെയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അത് സെല് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നോൺ ഡയല്യൂട്ടീവ് FPO എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. പല സമയത്തും കമ്പനികൾ FPO ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളായ NTPCയും കോൾ ഇന്ത്യയൊക്കെ FPO IPOക്ക് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ട് വോഡഫോൺ ഇന്ത്യ VI ലാർജ് സ്കെയിൽ FPO ഇൻ ഇന്ത്യ എന്ന രീതിയിൽ വൻതോതിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? FPO റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഈ ക്ലാസ് ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.